ഇതിപ്പോൾ രാജ്ഭവന് പുറത്തേക്ക് വരികയാണ്. തൃശ്ശൂർ മാളയിൽ NSS കരയോഗത്തിൻ്റെ യോഗ ദിനാചരണത്തിൽ ഭാരതാംബ വരുന്നു. അവിടെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ അത് സ്ഥാപിക്കാൻ വന്ന RSSന്റെ അവിടുത്തെ നേതാവിനെ ഇറക്കിവിടുന്ന സാഹചര്യം NSS അംഗീകരിച്ചില്ല. പിന്നീട് ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കാനായിട്ട് ഗവർണർ എത്തുന്നു. അത് സർക്കുലർ പ്രകാരം നടത്താനാവില്ലെന്ന് രജിസ്ട്രാർ പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ബഹളമാവുന്നു. ഗവർണർ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു. വീണ്ടും പ്രകോപനമാണ്. ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാവുന്നതേ ഇപ്പോൾ പത്മനാഭ സേവാ സമിതി എന്ന ഒരു ചെറിയ സംഘടനയുടെ പരിപാടി തത്സമയം ലൈവ് പോവുകയാണ്. ആ പരിപാടി ഒരു വലിയ പരിപാടിയായി മാറുകയാണ്. അതാണതിലെ അപകടം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്ഭവന് പുറത്തേക്ക് ഈ പറഞ്ഞ കശ്മീരില്ലാത്ത, നമ്മുടെ ഇന്ത്യ അല്ലാത്ത ഇന്ത്യയുടെ ഭൂപടം ഇങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന രൂപത്തിൽ വിവിധ പരിപാടികളിൽ അതിന് വയ്ക്കാൻ പോവുകയാണ്. എല്ലായിടത്തും ഇതുപോലെ വിളക്ക് കൊളുത്തും പുഷ്പാർച്ചനയുണ്ടാകും. അപ്പോൾ അതൊരു ന്യൂ നോർമൽ ആ രൂപത്തിലേക്ക് അത് മാറുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അവിടെ ഗവർണറുടെ പ്രസംഗം, നമ്മൾ മുഴുവൻ സമയം ആ പ്രസംഗം കൊടുത്തല്ലോ. ആ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ട പ്രസംഗമാണ്. ആ പ്രസംഗം RSS എങ്ങനെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എത്രത്തോളം സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ ആ പ്രശ്നങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അതിനുശേഷമുണ്ടായ അറസ്റ്റുകൾ, ആളുകൾ അനുഭവിച്ചത്, ഈ രാജ്യം അനുഭവിച്ചത്, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. 77 നടന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്നുള്ളത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കോൺഗ്രസ് അതിൽ ഖേദിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. അതിൻ്റെ മുറിവുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് അടിയന്തരാവസ്ഥയെ എതിർക്കുമ്പോൾ ഞാനന്ന് പഠിക്കുകയാണ്, അന്ന് കോളേജിലാണ്, ഞാനും എൻ്റെ പിതാവും അന്ന് ജയിലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്ദിര സർക്കാർ ആളുകളെ അടിച്ചമർത്തിയത് എന്നുള്ള കാര്യം പറയുന്നു. അന്ന് ജയിലിലായവരിൽ 80,000 പേരോളം RSSകാരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ RSS എത്രത്തോളം രാജ്യസ്നേഹികളായിരുന്നു എന്നും, ഇവിടെ സ്വാതന്ത്ര്യ സമര കാലത്തില്ലായിരുന്നുവെങ്കിലും ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് RSSകാരായിരുന്നു എന്ന ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ പ്രസംഗം മുഴുവനായി ഉപയോഗിച്ചത്. ജനസംഘവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ, ജനസംഘമാണെന്ന് പറയുമ്പോഴും RSS ആണല്ലോ. ഈ RSSുമായി സഹകരിച്ചതിനെ കുറിച്ചാണ് മറക്കരുത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതൊക്കെ ഏത് സമയത്ത് ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. എനിക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം ഇതിനി അങ്ങ് തുടരുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു സ്വീകാര്യത ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെങ്ങനെ തടയുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സംസ്ഥാന സർക്കാർ ഒരു വശത്ത് അതിനെ എതിർക്കുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഗവർണറെ ഈ ഭാരതാംബ വിഷയത്തിലുള്ള എതിർപ്പ് അറിയിക്കും എന്നുള്ളതാണ്. ഔദ്യോഗികമായും ഔദ്യോഗിക പരിപാടിയിൽ പാടില്ല എന്നറിയിക്കും. ഔദ്യോഗിക പരിപാടികളല്ലാത്ത പരിപാടികൾ ഈ രൂപത്തിൽ വരുമെന്നേ. ഇതിപ്പോൾ ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് കൃത്യമായതിനൊരു ചട്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള മതചിഹ്നങ്ങളുള്ള പരിപാടികൾ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ. പക്ഷേ ആ ചട്ടം ലംഘിക്കപ്പെട്ടു. അപ്പോൾ ഇത് മതമല്ല എന്ന് പറയും, ഇത് ഭാരതാംബയാണെന്ന് പറയും. ഇനി ഭാരതാംബ എന്നുള്ള കാര്യത്തിലേക്ക് ഒതുങ്ങുകയാണ്. കാരണം ഭാരതാംബ എന്ന് പറയുമ്പോൾ ഇനി കാവിക്കൊടിയുള്ള ഭാരതാംബ എന്നുള്ളത് ആ കാര്യങ്ങൾ മാറ്റിവെച്ച് ഭാരതാംബയെ എതിർക്കുന്നവരാണ് മറ്റുള്ളവർ, ഭാരതാംബയെ എതിർക്കുന്നവരാണ് മറ്റൊന്നുള്ള എന്നൊരു നെറേറ്റീവ് വരും. ആ നെറേറ്റീവ് വരുമ്പോൾ എന്താണ് ഭാരതാംബ എതിർക്കുന്നതെന്ന് പറയുമ്പോൾ രാജ്യത്തെ എതിർക്കുന്നവർ, രാജ്യവിരുദ്ധർ, ഈ രൂപത്തിലേക്കാണ് അത് വരാൻ പോകുന്നത്. ഈ നറേറ്റീവിന് ഇവിടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇന്നിപ്പോൾ BJPക്കാർ മുഴുവൻ അവിടേക്ക് ഓടി വന്നല്ലോ, RSSകാർ മുഴുവൻ ഓടി വന്നല്ലോ. അവിടെ പ്രതിഷേധിച്ച SFIക്കാരും KSUക്കാരും ഉണ്ടായിരുന്നു. മർദ്ദനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായി, ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായി. ഇതൊരു തുടർക്കഥയാകാൻ പോകുന്നു. സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഒരു വർഷമാണ് ഈ പറഞ്ഞ പോലെ പ്രായോഗികമായി സർക്കാരിന് ഗവർണറുമായി വലിയ പോരിലേക്ക് പോയ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്ത വിഷയമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഗവർണറുമായി ഒരു പോരിനില്ല എന്ന് പറഞ്ഞു. ഗവർണറും പോരിനില്ലെന്നേ. ഗവർണർ ഒരു അക്ഷരം പുറത്തേക്ക് ഒരു ബൈറ്റിൽ പോലും മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. ഗവർണർ എന്താ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പരിപാടി അല്പം വൈകിയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ വാചകത്തിൽ നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. ബാക്കി അദ്ദേഹം പറയുക അദ്ദേഹത്തിൻ്റെ മെസ്സേജിലൂടെയാണ്. അതാണ് RSSന്റെ ശൈലി. അല്ലാതെ നേരത്തെയുള്ള ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ശൈലിയല്ല. ഇപ്പോൾ നോക്കുമ്പോഴേ അദ്ദേഹം ഒരു ബഹളക്കാരനായിരുന്നു, കുഴപ്പമില്ലായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു, ഒരു ബഹളക്കാരൻ, ഒരു ശൂന്യക്കാരൻ, എല്ലാവരോടും പോരുണ്ടാക്കി നടക്കുന്ന ഒരു നിഷ്കളങ്കൻ. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ ഗൗരവം ഞാൻ പറയുന്നത് ഇത് വേറെയാണ്.
ആർലേക്കർ കാണിക്കുന്ന യഥാർത്ഥ RSSന്റെ മുഖമാണ്. അത് നിശബ്ദം പടരും. 100ാം വാർഷികമാണ്. അത് ജനങ്ങളിൽ സ്വീകാര്യതയുണ്ട് എന്ന രൂപത്തിലേക്ക് പടർത്തിക്കൊണ്ടുവരും. ഇവിടെ CPM കോലാഹലം ഉണ്ടാക്കിയിട്ടാണോ അതിനെ എതിർക്കേണ്ടത്, അതോ അത് വേരോടെ അറുക്കാനുള്ള മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുമോ, അതോ ഇവിടെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഈ നാട് ആകെ ഭയന്നിരിക്കുകയാണെന്നുള്ള ഈ പ്രചാരണം ഇവിടെ നടത്തുമ്പോൾ ഇത് ആരെ സഹായിക്കാനാണ്? ഇത് ഏത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഒന്നുമല്ലല്ലോ. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റിലെ ഒരു വിശകലനം എന്താണ്? ജമാഅത്ത് ഇസ്ലാമി വിഷയം ഉന്നയിച്ച് ഒട്ടും തെറ്റിപ്പോയിട്ടില്ല, അത് നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇനി ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലതാണ് അവിടെ നല്ലോണം വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വളർത്തട്ടെ. എന്നിട്ട് അവനവൻ്റെ അടിവേര് തോണ്ടുന്ന പരിപാടിയിലേക്ക് ആണ് പോകുന്നത്. പൂർത്തിയാകട്ടെ. ആകെക്കൂടെ ഒരു സംസ്ഥാനമേ ഉള്ളൂ. ഈ സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അവസാനമാകുന്ന രൂപത്തിലേക്ക് അത് പോകുമോ എന്ന് ഭയം എനിക്കുണ്ട്. ഇന്നത്തെ ഈ പരിപാടി ഭയപ്പെടുത്തുന്നതാണ്, എനിക്ക് നല്ല ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു തുടർച്ചയുണ്ടാകും. ഇത് എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു ആലോചന നടത്തുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിൽ പ്രതിപക്ഷമായാലും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രതിപക്ഷമായും പലപ്പോഴും പറയാറ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒത്തുകളി, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും അറിയിക്കുന്നു. ഇപ്പോൾ KSU പ്രതിഷേധത്തിനുണ്ട്. പക്ഷേ KSUവിൻ്റെ പ്രതിഷേധം എന്നുള്ളതല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ തലമുതിർന്നവർ, കോൺഗ്രസ് നേതാക്കൾ, CPM നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഇപ്പോൾ ഈ വിഷയം ഗവർണറുമായി വിഷയം വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് എന്താണ്? ഈ MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിന് ശേഷം, ഇൻ്റർവ്യൂവിന് ശേഷം അതുണ്ടാക്കിയ ഡാമേജ് മറികടക്കാൻ വേണ്ടി പിറ്റേ ദിവസം ശിവൻകുട്ടി ആ പരിപാടിയിൽ ബോധപൂർവം പോയി എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ വായിച്ചു. എന്തായാലും പറഞ്ഞ വാചകങ്ങളൊക്കെ നല്ല ഷാർപ്പായിരുന്നു, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എഴുതി തയ്യാറാക്കി വായിക്കുന്നു എന്നുള്ളതിൽ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഡാമേജ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അത് ആ ഗവർണറുടെ ചുമതലകൾ, ഗവർണറുടെ അധികാരങ്ങൾ എന്ത് എന്നുള്ള പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൽ തന്നെ വെള്ളം ചേർക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് മാറുകയാണോ? ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നത്? കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഭരണഘടന ഇപ്പോൾ തിരുത്തി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഭരണഘടനയിൽ വെള്ളം ചേർത്തുകൊണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഭാരതമാതാവിനെ വെക്കുന്നത്. ഭാരതമാതാവിനെ വെക്കൽ മാത്രമല്ല, എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ദേശീയ പതാകയല്ല, കാവിക്കൊടി മതി ദേശീയ പതാകയ്ക്ക് പകരം എന്ന് പറയുന്ന BJP നേതാവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. കേസെടുത്തെന്ന് പറയാം, എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ സ്വാഭാവികതയിൽ നടന്നു പോകും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. Meet the editors.